Hi everyone, it's me Rahul. Welcome to my InterNetFX YouTube channel. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പെട്ടെന്ന് പോകാം. സോ അതിന് മുന്നേ ഇന്നെന്താണ് മാർക്കറ്റിൽ നടന്നത് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഇന്ന് ദിസ് വാസ് അവർ ടുഡേ 5 മിനിറ്റ്സ് ചാർട്ട്. നമ്മുടെ ഇന്നത്തെ 5 മിനിറ്റ് ചാർട്ട് ഇതായിരുന്നു. സോ നമുക്കറിയാം നമ്മുടെ സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാറുണ്ട്, SMC വെച്ചിട്ട്. ആൻഡ് മൈ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ കൺസെപ്റ്റ് അറിയുന്നവർക്ക് മനസ്സിലാവും. സോ നമുക്കറിയാം നമ്മുടെ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് IDM ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തെടുത്താണ് മാർക്കറ്റ് വീണിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഈ ഹൈസ് ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഈ ഒരു FG എടുത്തിരുന്നു, ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുത്തു. ലാസ്റ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുത്തു. ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് നടന്നിട്ടുണ്ട്, ഇവിടെയും ഇൻഡ്യൂസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. പ്രോപ്പർ ഹയർ ഹൈസ് ആൻഡ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ഉണ്ടായിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. അതായത് പ്രോപ്പർ ബ്രേക്ക് സ്ട്രക്ചർ, BOS പ്രോപ്പർ IDM ഇങ്ങനെ IDM ഇൻഡ്യൂസ് ബ്രേക്ക് സ്ട്രക്ചറും പ്രോപ്പറായിട്ട് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ലെവൽ 23,352 വരെ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് വീണിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ മാർക്കറ്റ് താഴെ വരികയായിരുന്നു. ഇതായിരുന്നു മാർക്കറ്റിൽ ഇന്ന് നടന്നിട്ടുള്ളത്. സോ ഞാൻ എല്ലായിടത്തും കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ ലാസ്റ്റ് വീഡിയോ മുതൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു മാർക്കറ്റ് ഈസ് ഇൻ ഇൻസൈഡ് ബാർ. എൻ്റെ ഇന്നത്തെ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈസ് ഇൻസൈഡ് ബാർ അല്ലേ. മാർക്കറ്റ് ഒരു ഇൻസൈഡ് ബാറിലാണ്. മാർക്കറ്റ് ഈ ഒരു വീക്കിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ലാസ്റ്റ് 2 വീക്സായിട്ട് മാർക്കറ്റ് നിന്നത്. സോ മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഹെവി ഫാൾ, ഒരു മൊമെൻറ്റ് തരാൻ ചാൻസ് ഉണ്ട് എന്ന് ലാസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം. ലാസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻസൈഡ് ബാർ, ഈ ഒരു മദർ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താലോ ഹൈ ബ്രേക്ക് ചെയ്താലോ അങ്ങോട്ട് മൂവ് ചെയ്യും. സോ ലോ ആയിരുന്നു ബ്രേക്ക് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ലാസ്റ്റ് 2 ദിവസം നമുക്കറിയാം ദിസ് വാസ് എ നെഗറ്റീവ് ഡേ. ദ ലോങ് അപ്പർ വീക്ക് ബോത്ത് ഡേയ്സ് ആർ നെഗറ്റീവ്. സോ നമുക്കറിയായിരുന്നു ഇതെങ്ങനെയാണ് വീഴാനുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴെ വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു റീട്രേസ്മെൻറ്റ് സോൺ നമുക്ക് വരാനുള്ളത് എവിടെയാണ്, അവിടം വരെ മാർക്കറ്റ് വരും തുടർന്ന ദിവസങ്ങളിൽ. ഈ ദിവസമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ലാസ്റ്റ് ഡേയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫ്രൈഡേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ക്യാൻ കം അപ്പ് ടു ദിസ് ലെവൽ. വിച്ച് ലെവൽ? ദിസ് ലെവൽ, ഈ ലെവൽ. അതായത് 300-ൻ്റെയും 200-ൻ്റെയും ഇടയ്ക്ക് ഈ ഒരു ഗോൾഡൻ റിട്രേസ്മെൻറ്റ് സോൺ വരെ മാർക്കറ്റ് ഒരു ഫാള് തരാൻ ചാൻസ് ഉണ്ടെന്ന് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സോൺ എന്താണ്, ഇവിടെ വരെ മാർക്കറ്റ് വരും. ലാസ്റ്റ് വീക്ക് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുന്നു. ആ 1-2 ദിവസത്തിനുള്ളിൽ മാർക്കറ്റ് ഇവിടെ എത്തുകയും ചെയ്തു. ഓക്കെ, ഇനി മാർക്കറ്റ് ഇവിടുന്ന് റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ഫോളോ ചെയ്യാം, ഇനി എന്തും സംഭവിക്കാം. സോ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ 50 മിനിറ്റ് ചാർട്ടിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് നാളത്തെ ലെവൽസ് നോക്കാം. സോ നാളെ മാർക്കറ്റ് നമ്മുടെ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 352 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 300 ചെറിയൊരു ടാർഗറ്റ് ഉണ്ട് ഇവിടെ. 300 ചെറിയൊരു ടാർഗറ്റ് ഉണ്ട്. സോ ആ ഈ ലെവലും കൂടെ 23,311 കൂടെ ബ്രേക്ക് ചെയ്താലും മാർക്കറ്റ് നേരെ ഒരു 200 ഫാൾ പിന്നെ വരും. ഒരു 122, 23,187 ആൻഡ് അതിന് താഴെ 23,041 ആൻഡ് അതിന് താഴെ 22,892. ഈ 3 ടാർഗറ്റ്സ് മാർക്കറ്റ് മെല്ലെ അച്ചീവ് ചെയ്യും. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ. കാരണം നമുക്ക് OA ഡാറ്റ അത്ര ക്ലിയർ അല്ല, എന്നാലും നമുക്ക് പറയാം. OA ഡാറ്റ വെച്ച് നോക്കി കഴിഞ്ഞാൽ 23,350 മേജർ സപ്പോർട്ട്. അത് കഴിഞ്ഞാൽ താഴോട്ട് സപ്പോർട്ടൊന്നുമില്ല, മാർക്കറ്റ് നല്ല ഫോൾ തരും. 23,400 നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ്. ഇപ്പം 23,400 നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ് മാർക്കറ്റ്. സോ അതിൻ്റെ തൊട്ട് മുകളിൽ കയറിയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബട്ട് മാർക്കറ്റ് ക്ലോസ് 23,379 സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അപ്പ് സൈഡിലോട്ട് ട്രേഡ് വരണമെങ്കിൽ, മുകളിലോട്ട് ട്രേഡ് വരണമെങ്കിൽ നമുക്ക്
500 മുകളിൽ മാർക്കറ്റ് പോകണം. 23,500 മുകളിൽ മാർക്കറ്റ് പോയാൽ മാത്രമേ നമുക്കൊരു ബൈ ട്രേഡ് നമുക്ക് കോൺഫിഡൻ്റ്ലി എടുക്കാൻ കഴിയുള്ളൂ. ഒരു ബൈ ട്രേഡ് നമുക്ക് കോൺഫിഡൻ്റ്ലി എടുക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീണ്ടും ഒരു ഫ്രീ ഫോൾ ആയിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക 23,186. ബട്ട് മാർക്കറ്റ് പെട്ടെന്ന് നാളെ ഒരു ഫോൾ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് PCR ഒക്കെ ഒന്ന് റെഡി ആയിട്ടേ മാർക്കറ്റ് വീഴുള്ളൂ. സോ അപ്പോൾ എന്തും സംഭവിക്കാം. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടും പോകാം, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടും വരാം. അപ്പം മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാനാണ് ചാൻസ് വളരെ കൂടുതൽ. സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ നാളത്തെ ലെവൽസ്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം സ്വിംഗ് ട്രേഡൊന്നും ഇല്ല, ബിക്കോസ് മാർക്കറ്റ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.